നമ്മളോടൊപ്പം ഇപ്പോൾ ഡോക്ടർ റോസനാര ബീഗം അദ്ദേഹം KGMCയുടെ പ്രതിനിധിയാണ്. അവർ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ ഇപ്പോൾ KGMCയുടെ ഇന്നലെ തന്നെ ഡോക്ടർ ഹാരിസിന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരായ നടപടിക്ക് കാരണമാകുമോ എന്നൊരു ആശങ്ക കൂടി പങ്കുവെക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ അല്ലെങ്കിൽ ഡോക്ടർമാർ, സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആശങ്കകളും ഒക്കെ തന്നെയാണ് ഡോക്ടർ പറയുകയും ചെയ്തത്. എന്തായിരിക്കും KGMCയുടെ ഒരു നിലപാട്? ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാട്ടിയത് ഇവിടെ ഒരുവിധം എല്ലാ സിസ്റ്റവും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരുപാട് നാളുകളായി പ്രയാസം അനുഭവിച്ചതിന് ശേഷം ഒരു സൊല്യൂഷൻ കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് അത് തുറന്നു പറയേണ്ടി വന്നത്. അപ്പൊ അതിൽ നമ്മളൊരു സിസ്റ്റത്തിലുള്ള പാളിച്ചകളും എന്താണ് അതിലെ പ്രശ്നങ്ങളെന്നും കണ്ടെത്തി അത് പരിഹരിക്കുകയാണ് വേണ്ടത്. ഇതിപ്പോ അനാവശ്യമായ വിവാദങ്ങളിലേക്കാണ് ഇത് വീണ്ടും പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്താണോ അതിന്റെ കറക്റ്റ് സെൻസ്, അതിന്റെ ഒരു പോസിറ്റീവ് സെൻസിൽ അതിനെടുത്ത് സിസ്റ്റം കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഡോക്ടർ ഹാരിസിനെതിരെ ഒരു നടപടി ഡോക്ടർ ഹാരിസിനെതിരെ ഒരു നടപടി എടുത്തുകൊണ്ട് എല്ലാവരെയും സൈലന്റ് ആക്കാം എന്നുള്ള ഒരു പ്രവണത ഒരു നല്ല പ്രവണതയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ എന്ത് കടുത്ത നടപടികൾ ഉണ്ടായാലും KGMC അതിൽ ഉറച്ചു തന്നെ നിൽക്കും. അല്ല, ഇപ്പൊ ഈ MB ഗോവിന്ദൻ പറഞ്ഞ വാക്കുകൾ ഡോക്ടർ കേട്ടോന്നറിയില്ല. അതായത് പറയേണ്ട വേദിയിൽ പറയണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ തന്നെ, ഹാരിസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് താൻ എവിടെയൊക്കെ മേലധികാരികളെ ഈ കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചു, എത്ര ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ അറിയിക്കാൻ വേണ്ടി ഓടി നടന്നു എന്ന് അറിയിച്ചു. അതാണ് അദ്ദേഹം പറയേണ്ട വേദി, അതാണ് ഒഫീഷ്യൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന വിധം. പക്ഷെ അതൊന്നും ചെയ്തിട്ട് കാര്യങ്ങൾ നടപ്പാകാതെ വന്നപ്പോഴാണ് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഡോക്ടർ അടക്കം ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ കാണുന്നതാണ്. അത് ഏതൊക്കെ വേദികളിൽ നിങ്ങൾ പറയാറുണ്ട്? ആ പറയുമ്പോൾ സർക്കാരിന്റെയോ എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഒരു HODയും ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നങ്ങൾ മുകളിലേക്ക് പറയാതെ ഇരുന്നിട്ടില്ല. അത് സമയാസമയങ്ങളിൽ തന്നെ കൃത്യമായി അതിന്റെ രീതിയിൽ ഇവിടുന്ന് ഓരോരുത്തരും അറിയിക്കാറുണ്ട്. അറിയിച്ചിട്ട് അതിൽ ഡിലേ വരാറുണ്ട്. അപ്പൊ ആ ഡിലേ എത്രത്തോളം പേഷ്യന്റ് കെയറിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് അതിലൊരു തീരുമാനം ഉണ്ടാകാതെ വരുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള ഒരു ഔട്ട്ബേസ്റ്റുകൾ വരുന്നത്. ഡോക്ടർ റോസ്നാര, ഇപ്പോ മറ്റൊരു മേധാവിക്കും മറ്റൊരു വകുപ്പ് മേധാവിക്കും ഈ പരാതി ഇല്ലല്ലോ എന്ന് ഈ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായതിന് തൊട്ട് പിന്നാലെ പറഞ്ഞത് DME ആണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇങ്ങനൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതും DME ആണ്. ഈ കാര്യങ്ങൾ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രിയാണ്. അപ്പൊ അങ്ങ് പറയുന്നു ഒരു HODയും ഈ കാര്യങ്ങൾ മുകളിലേക്ക് പറയാതിരുന്നിട്ടില്ല എന്ന്. ഡോക്ടർ ഹാരിസും അത് തന്നെയാണ് പറയുന്നത്. മുകളിലേക്ക് അറിയിക്കുന്നുണ്ട് എന്ന് നിങ്ങളും അറിഞ്ഞിട്ടില്ല എന്ന് സംവിധാനവും പറയുമ്പോൾ അതിലൊരു ഘടകവിരുദ്ധതയുണ്ടല്ലോ. ഇതിൽ ആരാണ് ശരി എന്നുള്ളത് സംബന്ധിച്ചൊരു ആശങ്കയും പ്രശ്നവും ഉണ്ടാവുമല്ലോ. ഇതില് ശരിയും ശരികേടുമല്ല. ഇതില് ആത്യന്തികമായി വേണ്ടത് രോഗികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവര് സഫർ ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഉദ്ദേശം. അല്ലാതെ ഞങ്ങൾക്ക് ഫണ്ട് എവിടെ നിന്ന് വരുന്നു, ആരെപ്പോൾ റെഡിയാക്കി തരുന്നു, ഇതൊന്നും നോക്കേണ്ടത് ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്വമല്ല. പക്ഷെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൃത്യസമയത്ത് അത് അറിയിക്കാനും അതിൽ മാക്സിമം ഇൻവോൾവ് ചെയ്ത് അത് എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കാനും എല്ലാ ഡോക്ടർമാരും ശ്രമിക്കാറുണ്ട്. അപ്പൊ ആ ശ്രമത്തെ കുറച്ച് കാണുന്നത് ഒട്ടും ശരിയല്ല. കാരണം ഇതിലിപ്പോ ഈ ഒരു പ്രോബിന്റെ കാര്യം പറഞ്ഞു, ചെറിയൊരു പ്രോബ് വാങ്ങാൻ വേണ്ടി ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെടണം എന്ന് പറയുന്നതും ശരിയല്ല. കാരണം ആരോഗ്യമന്ത്രിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പൊ അത് ആ ഒരു ലെവലില്, ആ സിസ്റ്റത്തിന്റെ ഓരോ ലെവലിലും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ നിസ്സാരമായി തീർക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ റോസനാര ബീഗം നമ്മളോട് സംസാരിച്ചതിന്. എന്തായാലും ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് നല്ല പ്രവണതയല്ല എന്ന് KGMCയെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു.